വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ 26ാമത് അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പോർഷൻസിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷകൾക്ക് നിങ്ങളോട് ചോദിക്കുന്നത് 4 ഓപ്ഷൻ ABCD 4 ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ വെച്ചാണ്. പക്ഷെ ഞാനിവിടെ പറയുന്നത് ചോദ്യവും അതിൻ്റെ ആൻസറും കൂടാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാം, നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഡാഷ് എൻട്രി. അപ്പോൾ ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, അല്ലെങ്കിൽ ഫസ്റ്റ് എൻട്രി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൈം എൻട്രി എന്ന് പറയാം. അതിലേതെങ്കിലും ഓപ്ഷനിൽ ഏതാണോ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. അല്ലെങ്കിൽ അവിടെ അത് ഡാഷ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡാഷ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ ഡെബിറ്റഡ് എന്നാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആകുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആകുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് കുറയുന്നു. ഇൻട്രസ്റ്റ് ആകുമ്പോൾ ക്യാപിറ്റലിൻ്റെ പലിശ കിട്ടുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ കൂടുന്നു, അതാണ് ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പിൻവലിക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റലിൽ കുറയുന്നു. അതുപോലെ തന്നെ ക്യാപിറ്റലിൽ വീണ്ടും പലിശ വരുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുമ്പോൾ വീണ്ടും ക്യാപിറ്റലിൽ കുറയുന്നു, അതാണ് ഡെബിറ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്കിൻ്റെ മറ്റ് പേരുകളാണ്. പർച്ചേസ് ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് ക്രെഡിറ്റേഴ്സ് ജേണൽ, ബോട്ട് ബുക്ക്, ഇൻവോയ്സ് ബുക്ക്. അപ്പോൾ ഈ മറ്റ് പേരുകൾ ഓർത്തിരിക്കണം, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പർച്ചേസ് ബുക്കിൻ്റെ വേറൊരു പേര് ക്രെഡിറ്റേഴ്സ് ജേണൽ, ബോട്ട് ബുക്ക്, ഇൻവോയ്സ് ബുക്ക്, ഇതെല്ലാം വരാം. അതുപോലെ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺസ് ഔട്ട്വേർഡ് ബുക്ക്. ഈ പർച്ചേസ് റിട്ടേൺസ് ബുക്കായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഡെബിറ്റ് നോട്ട്. അതൊരു ചോദ്യമായിട്ട് ചോദിക്കാം. ഡെബിറ്റ് നോട്ട് ഈസ് റിലേറ്റഡ് ടു ഡാഷ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. അതുപോലെ സെയിൽസ് ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് ഡെറ്റേഴ്സ് ജേണൽ. അതുപോലെ സെയിൽസ് റിട്ടേൺസ് ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺസ് ഇൻവേർഡ്സ് ജേണൽ. പർച്ചേസ് റിട്ടേൺസ് ബുക്ക് റിട്ടേൺസ് ഔട്ട്വേർഡ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺസ് ബുക്ക് റിട്ടേൺസ് ഇൻവേർഡ്സ് ബുക്ക് എന്നും പറയും. ഈ സെയിൽസ് റിട്ടേൺസ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്രെഡിറ്റ് നോട്ട്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് ഈസ് റിലേറ്റഡ് ടു സെയിൽസ് റിട്ടേൺസ് ബുക്ക്. ഓർക്കുക. ഇഫ് റെന്റ് ഈസ് പെയ്ഡ് ബൈ ചെക്ക്, ഡാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. റെന്റ് ചെക്ക് മുഖേന കൊടുക്കുന്നു. അപ്പോൾ ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുക? ബാങ്ക് അക്കൗണ്ട്. അതായത് റെന്റ് അക്കൗണ്ട് അറ്റപ്പ് ടു ബാങ്ക് എന്നാണ് അവിടെ എൻട്രി വരുന്നത്. ബാങ്ക് അക്കൗണ്ടിനെ വേണം. ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടിനെ വേണം ക്രെഡിറ്റ് ചെയ്യാൻ. എന്ത് ആവശ്യത്തിനും ചെക്കാണ് കൊടുക്കുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ഇനി ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് മീൻസ് ഡാഷ്. നമ്മൾ ബാങ്ക് റെക്കൺസിലേഷൻ പഠിച്ചാണ്. ഡെബിറ്റ് ബാലൻസ് ഇൻ ബാങ്ക്, ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് മീൻസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റിനെയാണ് സൂചിപ്പിക്കുക. പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് മീൻസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഡെബിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് മീൻസ് ഡെപ്പോസിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് മീൻസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണ്. ക്യാഷ് ബുക്കിൽ അതേസമയം ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഡെറ്റർ ഈസ് എ പേഴ്സൺ who owes money to the business. Creditor is the person to whom money is owed by the business. The most important register of a firm is dash. The most important register of a firm is dash. Ledger. Ledger ആണ് ഒരു സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക്.
All credit sales are entered in dash book. All credit sales are entered in sales day book അല്ലെങ്കിൽ sales book. അതുപോലെ all credit purchases are recorded in purchase day book അല്ലെങ്കിൽ purchase book. Goods withdrawn by the proprietor for personal use is credited to dash account. Goods withdrawn by the proprietor for personal use is credited to dash account. ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? സാധനങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്രൊപ്പറേറ്റർ വിഡ്രോ ചെയ്യുമ്പോൾ ക്രെഡിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട് എന്നാണ് അതിൻ്റെ എൻട്രി. ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു ഗുഡ്സ് ആണെങ്കിൽ. ക്യാഷാണ് വിഡ്രോ ചെയ്യുന്നെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. Cash discount is an allowance allowed by the creditor to the debtor for prompt payment. അത് രണ്ട് തരത്തിൽ ചോദിക്കാം. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബൈ ഡാഷ് ടു ഡാഷ് ക്രെഡിറ്റർ ടു ഡെറ്റർ. അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാം, ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ആൻ അലവൻസ് ഗീവൺ ഫോർ ഡാഷ്. എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? ഫോർ പ്രോംപ്റ്റ് പേയ്മെന്റ്. അതുപോലെ ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് ആൻ അലവൻസ് given for encouraging bulk purchase. കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് ആർക്ക് കൊടുക്കുന്നു എന്ന് ചോദിക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് ആൻ അലവൻസ് അലൗഡ് ബൈ ഹോൾസെയിലർ ടു ദ റീറ്റെയിലർ. ജേണൽ ഫോളിയോ ഈസ് ഇൻ ഡാഷ് ആൻഡ് ലെഡ്ജർ ഫോളിയോ ഈസ് ഇൻ ഡാഷ്. ജേണൽ ഫോളിയോ എന്ന് പറയുന്നത് ലെഡ്ജറിലാണ്. Journal folio is in ledger and ledger folio is in journal. തിരിച്ചാണ് വരിക. ജേണലിനകത്താണ് LF നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ ലെഡ്ജർ വരയ്ക്കുമ്പോൾ അതിനകത്താണ് JF എഴുതുന്നത്, ജേണൽ ഫോളിയോ എഴുതുന്നത്. ആക്ട് ഓഫ് ട്രാൻസ്ഫറിങ് ജേണൽ എൻട്രീസ് ടു ലെഡ്ജർ. ജേണൽ എൻട്രിയെ ലെഡ്ജറിലോട്ട് എഴുതുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്നത് എന്താ പേര്? പോസ്റ്റിംഗ്. ആക്ട് ഓഫ് ട്രാൻസ്ഫറിങ് ജേണൽ എൻട്രീസ് ടു ലെഡ്ജർ ഈസ് പോസ്റ്റിംഗ്. അതുപോലെ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ജേണൽ ഈസ് നോൺ ആസ് ജേണലൈസിങ്. ഇടപാടുകളെ ജേണലിൽ എഴുതുന്നതിന് ജേണലൈസ് ചെയ്യാന്നാണ് പറയുക. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് മീൻസ് എവരി ട്രാൻസാക്ഷൻ വിൽ ഹാവ് ടു ആസ്പെക്ട്സ്. രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടെന്നുള്ളതാണ് ഡ്യുവൽ ആസ്പെക്ട്. Personal and real accounts are balanced and nominal accounts are totaled. Nominal accounts are dashed ആയിരിക്കും. Personal and real accounts are balanced and nominal accounts are dashed, totaled. Cash discount is entered in the accounts, but trade discount is not entered in the accounts. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഡിസ്കൗണ്ടിന് എൻട്രി ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ടിന് എൻട്രി ഇല്ല, നോ എൻട്രി എന്നുള്ള. അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം എവരി ഡെബിറ്റ് ദർ മസ്റ്റ് ബി എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. എവരി ഡെബിറ്റ് ദർ മസ്റ്റ് ബി എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. അപ്പം അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം എവരി ഡാഷ് ഹാസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എന്ന് വേണേൽ ചോദിക്കാം. എവരി ഡെബിറ്റ് അല്ലെങ്കിൽ തിരിച്ച് അവസാനം ഡാഷ് കൊടുക്കാം, ക്രെഡിറ്റ് എന്ന് അവിടെ വരും. പിന്നെ ക്ലോസിംഗ് എൻട്രീസ് ആർ എൻറ്റേർഡ് ഇൻ ഡാഷ്. ക്ലോസിംഗ് എൻട്രീസ് എവിടെയാണ് രേഖപ്പെടുത്തുക? ജേണൽ പ്രോപ്പർ. ക്ലോസിംഗ് എൻട്രീസും ഓപ്പണിംഗ് എൻട്രീസും ട്രാൻസ്ഫറിംഗ് എൻട്രീസും എല്ലാം ജേണൽ പ്രോപ്പറിലാണ്. അതുപോലെ റെക്ടിഫിക്കേഷൻ എൻട്രീസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എല്ലാം ജേണൽ പ്രോപ്പറിലാണ്. സാലറി പെയ്ഡ് ടു ഹരിക്ക് സാലറി കൊടുത്തു. ഈസ് ഡാഷ് ടു സാലറി അക്കൗണ്ട്. സാലറി പെയ്ഡ് ടു ഹരി ഈസ് ഡാഷ് ടു സാലറി അക്കൗണ്ട്. അത് അവിടെ ഡെബിറ്റ് ചെയ്യുകയാണോ ക്രെഡിറ്റ് ചെയ്യുകയാണോ എന്നുള്ളതാണ്. സാലറി കൊടുക്കുമ്പോൾ ഹരിക്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? സാലറീസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ഹരിയുടെ അക്കൗണ്ടിലല്ല. അപ്പം ഡെബിറ്റഡ് ടു സാലറീസ് അക്കൗണ്ട് എന്നാണ് പറയുക.
salary paid to Hari is debited to salaries account. There are dash type of accounts. There are 3 types of accounts. Stock in trade is a dash asset. ഏത് തരത്തിലുള്ള അസറ്റാണ് സ്റ്റോക്ക്? സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് എ കറണ്ട് അസറ്റ്. Petty cash book is usually kept under dash system, impressed system. Capital is also termed as dash equity, owner's equity എന്നാണ് പറയുക. Outsiders equity അല്ല, owner's equity. Capital is also termed as owner's equity. Debit in an asset means increase. ഒരു അസറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നതോറും അത് ഇൻക്രീസ് ചെയ്യുക. അതുപോലെ ലയബിലിറ്റിയെ ക്രെഡിറ്റ് ചെയ്യുന്നതോറും അത് ഇൻക്രീസ് ചെയ്യും. ഒരു അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നതോറും അത് ഡിക്രീസ് ചെയ്യും. ഒരു ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യുന്നതോറും ഡിക്രീസ് ചെയ്യും. ട്രയൽ ബാലൻസ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഡാഷ് ബാലൻസസ്. ട്രയൽ ബാലൻസ് ഈസ് എ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ ബാലൻസസ്. ലെഡ്ജറിന്റെ ബാലൻസുകളുടെ ഒരു ലിസ്റ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. നരേഷൻ ഈസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഗീവൺ ആഫ്റ്റർ എവരി ജേണൽ എൻട്രി. അപ്പോൾ ചോദിക്കാം, എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഗീവൺ ആഫ്റ്റർ എ ജേണൽ എൻട്രി ഈസ് നോൺ ആസ് ഡാഷ്. നരേഷൻ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ്, ചെറിയ ഒരു വിവരണം ആ ജേണൽ എൻട്രിയെ പറ്റി. അത് ജേണൽ എൻട്രിയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നു, അതിന് നരേഷൻ എന്ന് പറയും. ഡെബിറ്റ് ബാലൻസ് ഈസ് ഐദർ അസറ്റ് ഓർ എക്സ്പെൻസ്. ഡെബിറ്റ് ബാലൻസ് മീൻസ് ഡെബിറ്റ് ബാലൻസുകൾ ഒന്നുകിൽ ഒരു അസറ്റ് ആയിരിക്കും, ഐദർ അസറ്റ് ഓർ എക്സ്പെൻസ്. ഒന്നുകിൽ ഒരു അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു എക്സ്പെൻസ് ആയിരിക്കും. അതുപോലെ ക്രെഡിറ്റ് ബാലൻസ് മീൻസ് ഐദർ ആൻ ഇൻകം ഓർ എ ലയബിലിറ്റി. ഒന്നുകിൽ ഒരു ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ ലയബിലിറ്റി ആയിരിക്കും. ബാങ്ക് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്, അല്ലെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Undercasting of sales day book is corrected by crediting dash account. സെയിൽസ് അക്കൗണ്ടിൽ അണ്ടർകാസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ കൂട്ടിയപ്പോൾ കുറഞ്ഞു പോയി. അതേത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അത് തിരുത്താൻ? ക്രെഡിറ്റിംഗ് സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ മതി ആ കുറവുള്ള തുക. ലെഡ്ജർ കണ്ടെയ്ൻസ് സെറ്റ് ഓഫ് അക്കൗണ്ട്സ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടുകളുടെ ഒരു സമാഹാരമാണ്. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ഡാഷ് ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്ക് പ്രകാരം ഇങ്ങനെ ഇരിക്കുന്ന ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്ട്. ചെക്ക് കൊടുത്തു, അത് കളക്ട് ചെയ്തിട്ടില്ല, പാസ്ബുക്ക് പ്രകാരം അത് കുറഞ്ഞിരിക്കും ആ ബാലൻസ്. റെഡ്യൂസസ് എന്നാണ് അവിടെ പറയുന്നത്. റെഡ്യൂസസ് ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് ഇതുവരെ പഠിച്ച ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ പൂർണ്ണമായിട്ടില്ല എങ്കിൽ ഇനിയും നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കുറേ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, എല്ലാം കവർ ചെയ്തതിന് ശേഷം. ഇതുവരെയുള്ളതിൻ്റെ ഒന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത് പല ആവർത്തി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളത് ബൈ ഹാർട്ടാക്കുക. എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.